തീർച്ചയായും നിലയ്ക്കലിൽ കടുത്ത നിയന്ത്രണമാണ്. നിലയ്ക്കലിപ്പുറത്തേക്ക് ഇപ്പോൾ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. MG പ്രതീക്ഷ സന്നിധാനത്തിന്റെ പ്രതീക്ഷ ഇപ്പോൾ നിലവിൽ എന്തായാലും 70,000 വെർച്വൽ പ്ലസ് 20,000 ഈ പറഞ്ഞതുപോലെ സ്പോട്ട് ബുക്കിംഗ് ഒക്കെ കവിഞ്ഞ് 1,00,000-നടുത്ത ആളുകൾ ഇപ്പോൾ അവിടെയുണ്ട്, ഭക്തരുണ്ട്. ഈ ഭക്തരെ പൂർണ്ണമായും മല കയറ്റി ഇറക്കിയതിനു ശേഷം മാത്രമേ ഇനി പുതിയ ആളുകളെ അങ്ങോട്ടേക്ക് നിലയ്ക്കലിലേക്ക് അടക്കം എത്തിക്കുകയുള്ളൂ. അതിനുള്ള നിയന്ത്രണങ്ങൾ അവിടെ തുടങ്ങി. നിലവിൽ ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഈ പറഞ്ഞ എത്തിയ വിശ്വാസികൾക്കൊക്കെ അവരുടേതായ രീതിയിൽ ഈ മല കയറി ഇറങ്ങാൻ ഇനി എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കേണ്ടത്, തിരക്ക് നിയന്ത്രിക്കാൻ ആദ്യഘട്ടം എന്ന നിലയിൽ നിലയ്ക്കലിലേക്കുള്ള പ്രവേശനം നിർത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ നടപടികളാണ് നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകാനാവുക? ഈ പറഞ്ഞതുപോലെ ഇത്തരത്തോളം തിരക്ക് വരുമെന്ന് മുൻകൂട്ടി കണ്ട് ഒരു ആസൂത്രണം നടത്തുന്ന പിഴവ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ ക്യൂ സെന്ററുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? ക്യൂ സെന്ററുകൾ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം 10,000-നടുത്ത ആളുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയും. പക്ഷേ അതൊന്നും നമ്മൾ അവിടെ കാണുന്നില്ല. എല്ലാവരും നിരനിരയായി തന്നെ വരി നിൽക്കുകയാണ്. ഇത് തന്നെയാണ് വലിയൊരു ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് അടക്കം ഭക്തർക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു മുൻകൂട്ടി കണ്ടുള്ള ആസൂത്രണത്തിൽ പിഴവ് ഇവിടെ ഇന്ന് സംഭവിച്ചിട്ടുണ്ടോ? സുഹൈൽ, നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രതികരിക്കുമ്പോൾ തന്നെ ഈ മുന്നൊരുക്കങ്ങളിൽ ചില അപാകതകൾ സംഭവിച്ചുവെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ അധികാരം ഏറ്റെടുത്തിട്ട് അല്ലെങ്കിൽ ഇത് സ്ഥാനം ഏറ്റെടുത്തിട്ട് 2 ദിവസം ആകുന്നതേ ഉള്ളൂ. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഈ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം തിരക്ക് ഇത്രത്തോളം ആകും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ നിയന്ത്രിക്കുന്നതിനും അപ്പുറം അനിയന്ത്രിതമായ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടു. കൃത്യമായ മുന്നൊരുക്കങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഈ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ വർഷം കൃത്യമായ ഒരു നിരീക്ഷണം ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. വെർച്വൽ ക്യൂ വഴി മാത്രം പ്രവേശനം ഉണ്ടാകുമെന്നുള്ള വലിയ പ്രചരണം കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് നടത്തിയിരുന്നു. പരിമിതമായ ആളുകൾക്ക് മാത്രമായിരുന്നു സ്പോട്ട് ബുക്കിംഗ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിങ്ങിനെ വളരെ കുറച്ച് തീർത്ഥാടകർ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ ആശ്രയിച്ചിരുന്നത്. പക്ഷേ ഈ സീസണിൽ അങ്ങനെ ആയിരുന്നില്ല. 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ബാക്കി 20,000 പേർക്ക് തത്സമയ ബുക്കിംഗ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ കിട്ടാത്ത മുഴുവൻ തീർത്ഥാടകരും സ്പോട്ട് ബുക്കിങ്ങിനെ ആശ്രയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യമാണ് ഇപ്പോൾ ഈ ശബരിമല സന്നിധാനത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ തീർത്ഥാടകർ ഉൾപ്പെടെ ഈ അവിടെയുള്ള വേലികളൊക്കെ തന്നെ ചാടിക്കടക്കുകയാണ്. കാരണം മണിക്കൂറുകൾ കാത്തിരുന്ന് പിന്നീട് ഈ പോലീസോ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ പറയുന്നത് ഇവർ അനുസരിക്കുന്നില്ല. കാരണം വലിയ ഒരു പ്രകോപനം തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം 15-16 മണിക്കൂറുകൾ കാത്തിരുന്ന് അവർ ഇപ്പോൾ സന്നിധാനത്ത് ഈ 18-ാം പടിക്ക് താഴെ എത്തിയതാണ്. ഇനി 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി വേണം അവർക്ക് മടങ്ങാൻ. പക്ഷേ ഈ വലിയ ഒരു തിരക്ക് പല ഭാഗങ്ങളിൽ നിന്ന് പലയിടങ്ങളിൽ നിന്ന് സന്നിധാനത്തേക്ക് ഉണ്ടാകുന്നതാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോഴും 18-ാം പടിക്ക് താഴെ ആയിരക്കണക്കിന് തീർത്ഥാടകർ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നട അടച്ചിരിക്കുന്നു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കായിരിക്കും ശബരിമല നട തുറക്കുന്നത്. ശബരിമല 3 മണിക്ക് ശേഷം മാത്രമേ ഈ കാത്തു നിൽക്കുന്ന തീർത്ഥാടകരെ കുറച്ചു പേരെയെങ്കിലും അല്ലെങ്കിൽ വളരെ നിയന്ത്രിച്ചുകൊണ്ട് മുകളിലേക്ക് 18-ാം പടി കയറ്റി വിടാൻ കഴിയുകയുള്ളൂ. ആ സമയം വരെ വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സന്നിധാനത്ത് ഉള്ള തീർത്ഥാടകരെ പരമാവധി ദർശനം നടത്തി ആ തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം അനുവദിച്ച് അവരെ ഈ മല ഇറക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു ദൗത്യമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഇത്രത്തോളം തീർത്ഥാടകർ ഈ ശബരിമല സന്നിധാനത്തിന് താങ്ങാവുന്നതിലും അധികം തീർത്ഥാടകരാണ് നിലവിൽ സന്നിധാനത്ത് ഉള്ളത്. ഈ നേരത്തെ വന്ന തീർത്ഥാടകരൊക്കെ തന്നെ ഇവിടെ വിരിവച്ച് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ ഒരു പരിമിതി സന്നിധാനത്തുണ്ട്. ഇത്രത്തോളം തീർത്ഥാടകരെ വഹിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ ശബരിമല സന്നിധാനത്തില്ല. സാധാരണ ഒരു 80% തീർത്ഥാടകരും ശബരിമല മല കയറി 18-ാം പടി ചവിട്ടി ഈ വഴിപാടുകൾ നടത്തി പ്രസാദം വാങ്ങി തിരികെ മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ കൂടുതൽ തീർത്ഥാടകർ ഈ ശബരിമലയിൽ വിരിവച്ച് ഇവിടെ തന്നെ തുടരുന്നുണ്ട്. കാരണം ഈ തിരക്കിനിടയിൽ പലർക്കും പൂർണ്ണമായ ദർശനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടാമത് തുടർച്ചയായി ദർശനത്തിനായി ഈ തീർത്ഥാടകർ ആശ്രയിക്കുന്നുണ്ട്. അതാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ തിരക്ക് കൂടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും വലിയ ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ശബരിമല സന്നിധാനത്തുണ്ട്. ഈ 18-ാം പടിക്ക് താഴെ കൂടുതൽ
തീർത്ഥാടകർ എത്തുകയാണ്. അതിന് മുൻപായി വലിയ നടപ്പന്തലിലും തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. അതിനപ്പുറം വലിയ നടപ്പന്തൽ കഴിഞ്ഞാൽ പിന്നീട് മരക്കൂട്ടത്തും അപ്പാച്ചിമേട്ടിലും ശരംകുത്തിയിലും പമ്പ വരെ തീർത്ഥാടകർ മണിക്കൂറുകളായി ദർശനത്തിന് കാത്തു നിൽക്കുകയാണ്. ഈ തീർത്ഥാടകരൊക്കെ തന്നെ എപ്പോൾ മല ചവിട്ടി 18-ാം പടി ചവിട്ടാൻ കഴിയും എന്നതാണ് പ്രധാനമായും തീർത്ഥാടകർ ഇപ്പോൾ പോലീസിനുൾപ്പെടെ വലിയ ആശങ്കയായി ഇപ്പോൾ നിൽക്കുന്നത്. ഈ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഈ നിൽക്കുന്ന ഈ കൂട്ടത്തിലുണ്ട്. ഈ തോളിലൊക്കെ തന്നെ എടുത്തുകൊണ്ടാണ് പല കുട്ടികളെയും ഇവിടെ പലരും നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീകൾ ഉൾപ്പെടെ ഈ തിരക്കിനടിയിൽ പെട്ടുപോയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് തീർത്ഥാടകരെ സംബന്ധിച്ച് തീർത്ഥാടകർ നേരിടുന്നുണ്ട്. അത്തരത്തിൽ ഇനി ഈ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, എത്ര സമയം കൊണ്ട് ഈ തിരക്കിന് ഒരു ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് പ്രധാനമായും പോലീസും കരുതുന്നത്. കാരണം ചെറിയ കുട്ടികൾ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയ കുട്ടികളെയൊക്കെ തന്നെ തോളിൽ വച്ചുകൊണ്ടാണ് 18-ാം പടിക്ക് മുന്നിൽ തീർത്ഥാടകർ കാത്തു നിൽക്കുന്നത്. അവർ ഇനി നട തുറന്ന് വേണം അതിന് മുന്നിലുള്ള തീർത്ഥാടകരൊക്കെ തന്നെ, ഭക്തരൊക്കെ തന്നെ മാറിയെങ്കിൽ മാത്രമേ ആ തീർത്ഥാടകർക്ക് മല കയറി 18-ാം പടി ചവിട്ടി മുകളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആ ഒരു പ്രതിസന്ധി തീർത്ഥാടകരെ സംബന്ധിച്ച് നിൽക്കുന്നുണ്ട്. ഒപ്പം ഈ പോലീസുകാരെ സംബന്ധിച്ച് നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം രാവിലെ മുതൽ തന്നെ അത്രത്തോളം വലിയ പരിശ്രമം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ നിൽക്കുന്ന തിരക്ക്, അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു തിരക്കല്ല ശബരിമല സന്നിധാനത്ത് ഉള്ളത്. ഇതുവരെ സമാനതകളില്ലാത്ത ഒരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. മുൻപ് എങ്ങും തന്നെ മണ്ഡല മകരവിളക്ക് ഈ സീസൺ തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ ഇത്തരത്തിൽ തിരക്ക് ഉണ്ടായിട്ടില്ല. ആ തിരക്ക് പോലീസ് ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആളുകൾ, ഭക്തർ ശബരിമലയിൽ എത്തിയതോടുകൂടിയാണ് ഈ സ്ഥിതി ആകെ കൈവിട്ട് പോയത്. സുഹൈൽ, എന്തായാലും വലിയ തിരക്കാണ്. പോലീസുകാർ അവരുടെ പരമാവധിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രതീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 70,000 എന്ന ഒരു വെർച്വൽ ബുക്കിംഗ് സ്റ്റാറ്റസ് ഉണ്ട്, 20,000 ഈ പറഞ്ഞതുപോലെ സ്പോട്ട് ബുക്കിംഗും. ഇത്തരത്തിൽ 70,000 ബുക്കിംഗ് ഇന്നലെ പൂർത്തിയാവുമ്പോഴും ബാക്കി സ്പോട്ട് ബുക്കിംഗിലേക്ക് അനന്തരമായ ആളുകൾ എത്തുമ്പോൾ എങ്ങനെ അവർക്ക് ബുക്കിംഗ് ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഈ ക്രമാതീതമായ സന്നിധാനത്തിലുള്ള തിരക്ക് പമ്പയിലുമുണ്ട്. പമ്പയിലാണ് ഈ സ്പോട്ട് ബുക്കിംഗ് സെന്റർ ഉള്ളത്. അത് നിലയ്ക്കലിലേക്കടക്കം കുറച്ച് കൂടുതൽ സെന്ററുകൾ തുടങ്ങി. തുടക്കത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു മുൻകൂട്ടിയുള്ള നടപടികളൊന്നും ഇന്ന് തിരക്ക് കണ്ടിട്ടും എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൈൽ, തീർച്ചയായും. കാരണം ഈ സ്പോട്ട് ബുക്കിങ്ങിനായി 7 ഇടങ്ങളിലാണ് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. പമ്പയിലും നിലയ്ക്കലും നേരത്തെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിന് സൗകര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ പലയിടങ്ങളിൽ നിന്നായി തീർത്ഥാടകർ കൂട്ടമായി ഒന്നിച്ചെത്തിയതോടുകൂടിയാണ് ഇത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോയിട്ടുള്ളത്. ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത 70,000 തീർത്ഥാടകരും എത്തുകയും 20,000-നും ഇരട്ടി തീർത്ഥാടകർ തത്സമയ ബുക്കിംഗ് വഴി ശബരിമലയിലേക്ക് എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ തിരക്ക് ഇപ്പോൾ ആകെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലായിട്ടുള്ളത്. എങ്ങനെ ഇത്രത്തോളം തീർത്ഥാടകർ ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തി എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ പോലീസിന്റെ പക്കൽ കൃത്യമായ കണക്കുണ്ട്. ഈ ഓരോ മണിക്കൂറിലും എത്ര തീർത്ഥാടകർ മല ചവിട്ടുന്നു എന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ കണക്കുണ്ട്. ഒപ്പം തിരിച്ച് മല ഇറങ്ങുമ്പോൾ പോലും അത് കൃത്യമായ ആ ഒരു കണക്കിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്രത്തോളം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടും കൂടുതൽ തീർത്ഥാടകരെ വീണ്ടും ഈ മല കയറ്റി വിട്ടതും ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ആ ഒരു വിശേഷത്തിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു വീഴ്ച മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ തിരക്ക് ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. തീർത്ഥാടകർ ഇപ്പോഴും ഈ ദർശനത്തിനായി കാത്ത് നിൽക്കുകയാണ്. ഇനി 3 മണിക്ക് മാത്രമാണ് നട തുറക്കുന്നത്. അതിന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇനിയും സമയമുണ്ട്. ആ 3/4 മണിക്കൂർ ഈ 18-ാം പടിക്ക് മുൻപിൽ ഇനിയും തീർത്ഥാടകർ കാത്ത് നിൽക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ 18-ാം പടി കടന്ന് അവർക്ക് അയ്യപ്പ ദർശനം നടത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ സുഹൈൽ, ഈ 18-ാം പടിക്ക് മുകളിൽ നിൽക്കുന്ന തീർത്ഥാടകർക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്. അവർക്ക് പരമാവധി 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ ദർശനം നടത്തി മടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറം 15ഉം 16ഉം മണിക്കൂറുകളായി മരക്കൂട്ടത്തും നീലിമലയിലും ശരംകുത്തിയിലും അപ്പാച്ചിമേട്ടിലും ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുണ്ട്. പലയിടങ്ങളിലും ഈ പോലീസുകാർ വടം കെട്ടിയാണ് തീർത്ഥാടകരെ നിയന്ത്രിച്ചിരിക്കുന്നത്. അവർക്ക്
ഇനി എപ്പോൾ സന്നിധാനത്ത് എത്താൻ കഴിയും, എപ്പോൾ ദർശനം നടത്താൻ കഴിയും എന്നുള്ളത് വലിയ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന്, ഈ തിരക്കിന് എത്രയും വേഗം പരിഹാരം കാണേണ്ടതുണ്ട്. കാരണം ഈ നേരം വൈകുന്നതോടെ രാത്രിയൊക്കെ തന്നെ ആ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ കൂടുതൽ പ്രയാസമുണ്ടാകും. ഒപ്പം ശബരിമലയുടെ കാലാവസ്ഥ പലപ്പോഴും ഈ വൈകുന്നേരങ്ങളിൽ ശബരിമലയിൽ മഴയാണ്. മഴ പെയ്താൽ ഈ നിൽക്കുന്ന തീർത്ഥാടകർക്ക് പലയിടങ്ങളിലും കയറി നിൽക്കാനുള്ള ഒരു സൗകര്യമില്ല. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ തീർത്ഥാടകർക്ക് ഉണ്ടാകും. ഒപ്പം ഈ ക്യൂ കോംപ്ലക്സ് ഈ വരുന്ന വഴിയിലുണ്ട്. പക്ഷേ ക്യൂ കോംപ്ലക്സിനെ തീർത്ഥാടകർ ആശ്രയിക്കുന്നില്ല എന്നതാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ക്യൂ കോംപ്ലക്സിൽ കയറി നിന്നാൽ ഒരുപക്ഷെ വൈകുമെന്ന പേടിച്ച് പലരും ക്യൂ കോംപ്ലക്സിൽ കയറാതെ നേരിട്ട് ഈ സന്നിധാനത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അതാണ് ഈ തിരക്ക് കൂട്ടാനുള്ളൊരു കാരണം. ക്യൂ കോംപ്ലക്സിൽ ഭക്തർ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് തീർത്ഥാടകരെ കയറ്റിവിടാൻ കഴിയുമായിരുന്നു എന്നതാണ് ദേവസ്വം ബോർഡ് പറയുന്ന കാര്യം. എന്തായാലും ഈ തിരക്ക് ക്രമാതീതമായി തന്നെ സന്നിധാനത്ത് ഉയരുന്നുണ്ട്. ഇപ്പോൾ നടയടച്ച പശ്ചാത്തലത്തിൽ താഴെ നിന്ന് കൂടുതൽ തീർത്ഥാടകരെ കയറ്റിവിടുന്നില്ല. ഈ 18-ാം പടിക്ക് മുന്നിലും ഈ വലിയ നടപ്പന്തലിലും തീർത്ഥാടകർ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിനപ്പുറത്ത് ഭാഗികമായി പല ഇടങ്ങളിലായി തീർത്ഥാടകരെ വടം കെട്ടി നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. 3 മണിയോടുകൂടി മാത്രമേ ഇനി തീർത്ഥാടകർക്ക് ദർശനമുണ്ടാകൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.